ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. രാവിലെ തന്നെ ഇഡലിയും ചമ്മന്തിയും ആയിരുന്നു, പിന്നെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാനും അനിയത്തിയും പിന്നെ അമ്മയും അമ്മാമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ 2 അനിയത്തിമാരും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു വലിയൊരു പുളിമരം ഉണ്ട് കേട്ടോ. മുമ്പൊക്കെ അതിൽ ഇഷ്ടം പോലെ പുളിയൊക്കെ കാച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയി നോക്കിയപ്പോഴത്തേക്കും അതിൽ അധികം പുളിയൊന്നുമില്ല. ചെറുതായിട്ട് പുളി ഉണ്ടെങ്കിലും അതൊക്കെ മുകളിലാണ് നിൽക്കുന്നത്. അതൊന്നും നമുക്ക് എടുക്കാനും കഴിക്കാനും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത് നമ്മൾ അമ്പലത്തിലോട്ട് നടന്ന് പോവാണ് കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്നൈക്കൽ ശ്രീ നീലകേശി ദേവി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നത്. ഒരുപാട് പേര് നേരത്തെയൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കയറും. ഒരുപാട് പേര് സദ്യയൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞു വാഴയില ഇട്ട് തന്നു. അതിനുശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു വാഴയില കഴുകാനായിട്ട്. അതിൽ പൊടിയായിരുന്നു കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി പിന്നെ ഓരോരോ കറികളായിട്ട് വിളമ്പുന്നുണ്ട്. ഇഞ്ചി അച്ചാർ, പിന്നെ അടുത്ത മാങ്ങാക്കറി, അതുപോലത്തെ ഓരോരോ കറികൾ വന്നു. അങ്ങനെ എല്ലാ കറികളും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ചോറും പരിപ്പും ഒക്കെ വരാനുണ്ട്. അങ്ങനത്തെ ചോറ് വന്നു. അടുത്ത് പരിപ്പ് കറി വരും. അടുത്ത് പിന്നെ പരിപ്പ് കറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയുള്ള കറികൾ, പിന്നെ രസവും മോരും പിന്നെ പായസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ടി നമ്മൾ പായസവും കൂടെ ഇച്ചിരി കപ്പിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ വഴിയിൽ പോകുമ്പോഴാണ് ഇതുപോലത്തെ ഒരു പൂ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഊതുമ്പം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ പറന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോസിലും പല ഫോട്ടോസിലും കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും വൈകിട്ടായി. അപ്പം ഒരു ചായയും പിന്നെ അവിലും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ രാത്രി നമ്മൾ വേറൊരു അമ്പലത്തിൽ പോവുകയാണ്. ഞാനും അമ്മയും അമ്മാമ്മയും പിന്നെ അനിയത്തിമാരെല്ലാവരും ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ പോകാനായിട്ട്. അങ്ങനെ തലമുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 3 പേരും പ്ലാൻ ചെയ്ത് യെല്ലോ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. ഇനി അടുത്ത് ചെറിയൊരു ഡാൻസ് കാണാം. രാത്രി നമ്മൾ കളങ്കാവിൽ കാണാനാണ് കേട്ടോ ഇടിവെണ്ണാകുളം ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തിരുമുടിയൊക്കെ എടുത്ത് വെച്ച് കളങ്കാവിൽ തുടങ്ങി. അവിടെ പിന്നെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്കും അങ്ങനെയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ മുഴുവനും. പിന്നെ അടുത്ത് നമ്മൾ വീട്ടിൽ വന്നിട്ട് അമ്മ കാപ്പി തന്നു. അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നല്ല ഓറഞ്ച് ലഡു കിട്ടിയത്. പിന്നെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓറഞ്ച് ലഡു ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞ ലഡുവിനെക്കാട്ടിൽ ഏറ്റവും ഇഷ്ടം ഓറഞ്ച് ലഡുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.